വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വീണ്ടും ഒരു അടിപൊളി ചാലഞ്ച് റിവേഴ്സ് ടോക്കിംഗ് ചാലഞ്ച്. ഇന്ന് നമ്മളൊരു കഠോരമായിട്ടുള്ള ഒരു ചാലഞ്ച് ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇന്ന് ഞങ്ങൾ 3 പേരും പരസ്പര ബന്ധമില്ലാതായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അതെ, നമ്മൾ ചക്ക എന്ന് പറയുന്ന സമയത്ത് മാങ്ങ എന്നാണ് പറയാൻ. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അഞ്ച് എന്തെങ്കിലും ചോദിക്കുന്ന അടുത്ത് ഞാൻ ചോദിക്കാം, ശ്യാമ എന്തെങ്കിലും വിശ്വസിച്ചല്ലേ? ഗൈസ്, ഇവിടുത്തെ മാങ്ങ പഴുത്തിട്ടില്ല, പച്ച എപ്പോഴും. ഇന്നത്തെ ദിവസം അതെ, ഒരു ചോദ്യങ്ങൾക്ക് ഞങ്ങൾ മറുപടി നല്ലോണം പോലെ കൊടുക്കുന്നതല്ല. അതെ, അതായത് നമ്മുടെ ചാലഞ്ച് എങ്ങനെയാ പോകുന്നതെന്ന് വെച്ചാല് നമ്മൾ ഈ 3 പേരുടെയും പേര് ലോട്ട് ഇട്ടിട്ട് അതിന് ഒരാളെ ചൂസ് ചെയ്യും. അയാൾ വളരെ നോർമൽ ആയിരിക്കും. അയാളുടെ കഷ്ടപ്പാടും കഠിനവുമായിട്ടുള്ള ദിവസങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ആ ഒരാള് വേണം ബാക്കിയുള്ള 2 പേരെ കൃത്യമായിട്ടുള്ള ആൻസർ പറയാൻ വേണ്ടി പ്രേരിപ്പിക്കാൻ വേണ്ടിട്ട്. അതായത് ഇപ്പൊ എക്സാമ്പിൾ, ഞാനാണ് നോർമൽ ആയിട്ട് നിൽക്കുന്ന ഒരാള്, ഇവര് 2 പേരുമാണ് ശരിയായിട്ട് ഇവിടെ സംഭവിക്കാം. അതെ, അങ്ങനെ നമുക്ക് വിചാരിക്കാം. അപ്പൊ ഞാൻ ഇവരുടെ പിന്നാലെ നടന്നിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള കൃത്യമായിട്ടുള്ള ആൻസർ ഇവരെടുത്ത് ഞാൻ പറയിപ്പിച്ചെടുക്കണം. ഇവരെ ഞാൻ ഔട്ട് ആക്കണം. അതാണ് ഇതിന്റെ ടാസ്ക് ആയിട്ട് വരുന്നത് ഗൈസ്. അത് ആർക്കാണോ കിട്ടുന്നത് അത് നല്ലൊരു ടാസ്ക് ആയിരിക്കും ഗൈസ്. അപ്പൊ നമുക്ക് ലോട്ട് ഇട്ടിട്ട് ആരാണ് നോർമൽ ആയിട്ട് അപ്പൊ നമുക്ക് നോക്കാം ആരാണ് നോർമൽ ആയിട്ടുള്ളതും ആരാണ് അബ്നോർമൽ ആയിട്ടുള്ളതും. ആരാ എടുക്കുന്നത്? ശ്രീ ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. നോർമൽ ആയിട്ടുള്ള ആള്. ഇന്ന് ഞാനും ശ്രീ ഞാൻ നോർമൽ അല്ല, നോർമൽ ആവാൻ പറ്റിയത് സന്തോഷം. ഇന്ന് ഞങ്ങളാണ് അബ്നോർമൽ ആയിട്ടുള്ളത്. സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ ഒരു കാര്യം, നമ്മൾ എപ്പോഴാണോ മറ്റേ ആൾ ഔട്ട് ആവുന്നത് അപ്പോഴൊക്കെ ഈ ഗ്രൂപ്പിലേക്ക് കയറാം. എന്നിട്ട് ഔട്ട് ആയ ആള് നോർമൽ ആയിട്ട് പിന്നെ തുടരേണ്ടി വരും. ഓക്കെ, റെഡി? 3, 2, 1 സ്റ്റാർട്ട്. പേപ്പറും കണ്ട ഞാൻ അപ്പുറത്ത് എവിടെയും പോയിരിക്കാം. പേപ്പർ ഞാൻ ചോദിക്കുന്ന പേപ്പർ എന്തിനാ? ഇൻവിസിബിൾ അല്ല, ഞാൻ എന്റെ മുഖം മാറ്റിക്കൂടെ? അത് പൊട്ടി ഞാൻ എന്ത് വേണം മാറ്റാം. ആൾക്ക് എന്താ എന്ത് അലക്കി കൂടെ നമുക്ക്. ഞാൻ അപ്പുറത്തെ പറമ്പിൽ ഒരു മാവ് നട്ടിരുന്നു. ഇപ്പൊ അതെന്തായി എനിക്ക് അറിഞ്ഞൂടാ. മാങ്ങ വന്നിട്ടുണ്ടാവും. ഇവര് സമ്മതിച്ചു കൊടുക്കുക. കാക്ക, ഇവിടെ താഴെ ആ മാങ്ങ തൂങ്ങി കിടക്കുന്നില്ല. ഏത് മാങ്ങ? ശ്രീ വരുന്നില്ലേ? മാങ്ങ പറിക്കാം. തുണി ഒന്ന് പോയി അലക്കിയിട്ട് അതിന്റെ കൂടെ മാങ്ങ പറിച്ചു. കുറച്ച് കുമ്മായ എടുത്തിട്ട് കലക്കി വെച്ചാലോ? നല്ല രസമാവില്ലേ? ഒരു കുമ്മായ എടുത്ത് ഞാനിപ്പോ പഞ്ചസാര പൊടിച്ചിട്ട് വരാം. ഞാൻ അപ്പത്തേക്ക് ഉള്ളി അരിയട്ടെ കേട്ടോ. അപ്പൊ കുമ്മായ കൂട്ടിട്ട് എന്തുണ്ടാക്കാൻ പോണേ? ചിരിക്കാൻ പാടില്ല. ശ്രീ ഇതെന്താ വായിക്ക? വെളുത്തുള്ളി 1 കിലോ മറന്നുപോയോ? വെളുത്തുള്ളി 1 കിലോ വാങ്ങാൻ പറഞ്ഞില്ലായിരുന്നോ? ചപ്പാത്തി ചുട്ടോ? ചപ്പാത്തി ചുട്ടിരിക്കണം. എന്താ കറി വെക്കാ? നോമ്പ് തുറക്കണ്ടാ? ഇല്ലേ? വാങ്ങിച്ചു തരണോ? ആ മോട്ടർ ഇടൂ. മോട്ടർ ഇടാലോ. മോട്ടറിന്റെ സ്വിച്ച് തന്നെ. ഇതല്ലേ മോട്ടറിന്റെ സ്വിച്ച്? മിണ്ടാതിരിക്കാൻ പാടില്ല. മിണ്ടാതിരിക്കാൻ പാടില്ല. മിണ്ടാതിരിക്കാൻ പാടില്ല. മുറ്റടിച്ചു വരാ. ഇതിന് 10 കൊല്ലം വാരണ്ടി ഉണ്ട്, അതറിയോ? അതിന് കുഴപ്പമില്ല. ചൂല എവിടെ വെച്ചെന്ന് പറയാ. പല്ല് ക്ലീൻ ചെയ്യാൻ പോണ്ടേ? എപ്പോഴാ കൊണ്ടത്? ഇപ്പൊ പോണം. നമുക്ക് ആദ്യം മുറ്റടിച്ച് വാരിയിട്ട് പിന്നെ ഫ്രിഡ്ജിന്റെ വാറന്റിന്റെ ബുക്കും കൂടെ തപ്പിയിട്ട് നമുക്ക് അടിച്ചു വരാൻ പോവാം. ശ്രീ പോയിട്ട് ഉള്ളി അരിഞ്ഞു വെക്ക്. നോമ്പർക്കൊന്നും വേണ്ടേ? എനിക്ക് ഭക്ഷണം കൊടുത്തിട്ട് മറന്നു. ഭക്ഷണം കൊടുത്ത് എനിക്ക് അപ്പം അഞ്ചി നിങ്ങൾ അവിടെ ഇവിടെ കൊണ്ടുവന്നു നോമ്പറക്കുമ്പോഴേക്ക് നമുക്കൊന്നും തിന്നാണ്ടാവില്ല. എന്തെങ്കിലും തിന്നാണ്ടാക്കണ്ടേ? എന്നോട് എനിക്ക് മനസ്സിലായി. അതാ തിന്നാണ്ടാക്കണമെങ്കിൽ ആദ്യം അതിന് മുന്നേ കാറ് കഴിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു നോമ്പ് ഇറക്കാൻ നേരത്ത് കാർ വെക്കാൻ പോയിട്ടുണ്ട്. എന്തിനാന്നറിയില്ല. ഞാൻ എന്തായാലും ഉള്ളി അരിഞ്ഞാക്കാൻ പോവാ. മാനസികാവസ്ഥയിലാണ് അഞ്ചി നിൽക്കുന്നത്. അത് അഞ്ചി മനസ്സിലാക്കണം. എന്താന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. പറഞ്ഞോ, വാ. എന്താണ് പ്രശ്നം? ഈ പറയും. വെള്ളം തിളപ്പിച്ച് വെക്കാൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞതാ? വെള്ളം തിളപ്പിക്കണം. ഏത് പാത്രത്തിൽ? ഞാൻ എന്റെ ബുദ്ധിമുട്ട് നെയ്യുണ്ടെങ്കിൽ നമുക്ക് പലഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് പലഹാരം ഉണ്ടാക്കുന്ന? എന്ത് പലഹാരം എന്ന് പറഞ്ഞാൽ എനിക്ക് നെയ്യ് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അനക്ക് വേണോ? പലഹാരം വേണോ? എനിക്കൊരു 10 എന്താണ് പറയാ, ഏതൊരു വിളി തീപ്പെട്ടി വേണമായിരുന്നു. 10 തീപ്പെട്ടി എന്തിനാ? അപ്പുറത്തെ കരിയില കൂട്ടി വെച്ചിട്ടുണ്ട്. അതെല്ലാം കൂടെ ഒന്ന് എന്താ പറയാ, ശ്രീ ഔട്ടായി. 3 മിനിറ്റ് പൊരുത്തി തോറ്റ്. 3 മിനിറ്റ് പൊരുത്തി തോറ്റ്. ഇത് ചില്ലറ പരിപാടി. എനിക്കിത് ഡീൽ ചെയ്യാനേ പറ്റുന്നില്ല. എന്താ അല്ല, നമുക്ക് എന്താ സംസാരിക്കേണ്ടെന്നുള്ള ഒരു നമ്മളിങ്ങനെ വിചാരിക്കും
വിചാരിക്കും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ മതി. പക്ഷെ എന്താ സംസാരിക്കണേ നമ്മളിങ്ങനെ സ്റ്റക്ക് ആയി പോകും മൈൻഡ്. ഓക്കെ റെഡി? സ്ക്രീനിന്റെ സ്റ്റാർട്ട് ചെയ്യാണ്. എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്ന് എനിക്ക് അറിയൂല. ഷാമി കുറച്ച് അച്ചാറ് കൂട്ടി തൈര് കൂട്ടിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നൂട്. നമുക്ക് അച്ചാറ് തൈര് കൂടി ചോറുന്നല്ലോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞു കുറച്ച് വിമ്മിന്റെ പൊടി എടുക്കണം. എന്നിട്ട് അതും കൂടെ കലക്കി കൊടുക്കുക. കൂടെ ഉണ്ടാവും. അപ്പൊ അലക്കാൻ വെക്കണ്ടേ? വിമ്മിന്റെ പൊടി നമുക്ക് അലക്കാൻ വെച്ചാലോ? പാത്രം കഴുകിയിട്ടില്ലല്ലോ, അങ്ങനെ ഒരു പ്രശ്നം. വിമ്മും മാത്രം ചെറിയ ഇളച്ചുണ്ട്. ഉമ്മേനെ എടുത്തിട്ട് നമുക്ക് എന്താ പറയാ അവിടെ അടുപ്പത്ത് കൊണ്ടിരുന്നു. മാവിന്റെ ചോട്ടില് കുറെ കരിയളകളുണ്ട്, അത് എന്തെങ്കിലും ഒന്ന് കത്തിക്കണം. അത് ഞാൻ കത്തിച്ചോളാം. അതിന് വേണ്ടി ബാക്കിയുള്ള കരി കുറച്ചു നേരം വെള്ളം കുടിച്ച് വെറുതെ അങ്ങനെ നിൽക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. ഞാനൊരു പാത്രം എടുക്കട്ടെ, എന്നിട്ട് അരിഞ്ഞ് വെക്കാം. 5 മിനിറ്റ് കോഴിക്ക് മുട്ടയുള്ള സമയം തോന്നും. അത് ഇങ്ങനെ നോക്കണേ. ഉള്ളി അരിഞ്ഞു കഴിഞ്ഞാലേ കോഴിന്റെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇന്ന് ഗൈസ് നമുക്ക് നോമ്പർക്ക് സ്പെഷ്യൽ ആയിട്ട് എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. പണിയൊന്നും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഒന്ന് പണി തുടങ്ങും. ഷാമി ഇപ്പൊ എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? ഉരുളക്കിഴങ്ങിന്റെ കുഞ്ഞ് എവിടെയാ? ഉരുളക്കിഴങ്ങിന്റെ കുഞ്ഞാ? താറാവ് കൂട്ടോ. നാളിടും. പരിപ്പിന് എത്ര രൂപ പറയേ? 15 റുപ്യ. ഈ അറിഞ്ഞില്ലേ? അപ്പൊ എന്നാ ഗോപാലേട്ടന് എന്തോ ഒരു സുഖം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നിയിരിക്കുന്നത് അപ്പോഴേ പോരട്ടെ. നല്ല തുറക്കണം. നമുക്ക് നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് ചിക്കന്റെ വരട്ടി വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ചിക്കൻ വരട്ടി വെച്ചതുണ്ട്. പിന്നെ എന്താണ്, പത്തിരി ഉണ്ട്. പത്തിരി ഇവിടെ പോയി. പത്തിരി ഉണ്ട്, അത് നമുക്ക് ചൂടാക്കി വെക്കണം. പിന്നെ പരിപ്പ് കറി ഉണ്ട്. പിന്നെ നമ്മളിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് പൊക്കുവടയാണ് കേട്ടോ. പൊക്കുവടയുടെ കൂടെ നമുക്ക് കട്ടൻ ഉണ്ടാക്കിയല്ലോ. ഞാൻ പറയുമ്പോ ഈ പാത്രത്തിന്റെ ഉള്ളിലത്തെ സാധനം എടുത്തിട്ട് വേണം നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വെക്കാൻ വേണ്ടിട്ട്. ഷാമി പച്ചമുളക് എടുക്കട്ടെ? എടുത്തോ. പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടല്ലോ, എങ്ങനെ ഉണ്ടാവും? ശ്രീക്ക് എന്താ വേണ്ടത്? എനിക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ഡിഷ്. പാത്രം കഴിക്കിനോ? ഷാമി പാത്രം കഴിക്കിനോ? പാത്രം നമുക്ക് കഴിക്കാം. ഞാൻ കരിവേപ്പില എടുത്തിട്ടുണ്ട്, പച്ചമുളക് കൊടുക്കാം അല്ലേ? നടക്കൊന്നും പോവില്ല. നീ എന്താ ചെയ്തിട്ടുണ്ട്? നാളെ പോവാൻ നമുക്ക് അങ്ങോട്ട്. ഷാമി എനക്കൊരു കാര്യം അറിയോ? അന്നോടും കൂടി ഒരു കാര്യം പറയട്ടെ. കായ്പോളം ഉണ്ടാക്കുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ചോറിന് എന്താ കഴിച്ചേ? ചോറിന് ഞാൻ മീൻകറി കൂട്ടി, പിന്നെ ചിക്കൻ കൂട്ടി. ഈ എന്താ കൂട്ടി? മറ്റന്നാളായിരിക്കും. എന്ത് നോമ്പറ ഇത്രയും ഭയാനകമായി പേടിച്ചിട്ടുള്ള ഒരു ചലഞ്ച് ഇത് മാത്രം കേട്ടോ. തീരെ പറ്റുന്നില്ല. അപ്പൊ ഷാമിന് സ്റ്റാർട്ട് ചെയ്യണേ. 3, 2, 1 സ്റ്റാർട്ട്. അഞ്ചി ഈ പച്ചമുളകൊന്ന് നേരിയതാക്കി അരിഞ്ഞൂടേനോ? കോഴിമുട്ട പൊട്ടിച്ചിട്ട് ഞാൻ പാത്രത്തിൽ വെച്ച് വെക്കാം. ഏത് പാത്രത്തിലോ ഒഴിക്കുന്നത്? ഈ കറിവേപ്പിലയും കഴുകി ഗ്യാസ് കുറ്റിയില് എന്താണ് ഗ്യാസ് നിറക്കേണ്ട ആവശ്യമില്ലല്ലോ. നിന്നെ നോക്കി സംസാരിക്കും. കായ്പോള ശ്രീക്ക് ഇഷ്ടമുള്ളതല്ലേ? അതെ, ബക്കറ്റ് നടന്നിട്ടുണ്ടോ എന്ന് പോയി ഈ പൗഡർ മതിയോ? ആ പൗഡർ മതി അഞ്ചി. അഞ്ചി ആ പഴം മുഴുവൻ കട്ട് ചെയ്ത് കഴിഞ്ഞോ? കുക്കറിൽ വേവിക്കാതെ അതുകൊണ്ട്. കുക്കറിൽ വേവിക്കണ്ട, ഞാൻ പാനിലിട്ടിട്ട് ഇത് ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് അതിൽ ഈ പഴം ഇട്ടിട്ട് അങ്ങനെ വഴച്ചെടുത്താൽ മതി. അപ്പൊ കൈ തുടക്കുന്ന തുണി എന്ത് ചെയ്യും? കൈ തുടക്കുന്ന തുണി ഇതാ അവിടെ ഉണ്ടല്ലോ. 1 ഇതാ 2 ഇതാ 3 ഇതാ 4ാമത്തെ ഒന്നും പിന്നെ അതോടൊപ്പം ഇതാ 4ാമത്തെ ഇതാ. കുറച്ച് പ്രോട്ടീൻ പൗഡർ ഉണ്ട്. പ്രോട്ടീൻ പൗഡർ പഴത്തിൽ അഞ്ചി. പിന്നെ ഇത് കൈ തുടക്കുന്ന തുണിയല്ല, ഇതിവിടെ നിലം തുടക്കുന്ന. കൈ തുടക്കണമെങ്കിൽ ഇത് എടുത്താൽ മതി കേട്ടോ. അപ്പൊ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പോകുന്ന പൈപ്പോ? ഏത് പൈപ്പ്? അത് നമുക്ക് നന്നാക്കിക്കണം. അതിന് ആ വെള്ളം ഇവിടെ ശേഖരിച്ച് വെക്കണ്ടല്ലോ, അത് യൂസ് ചെയ്താൽ മതി. ഫാൻ ഇടാൻ പറ്റൂലേ? ഓ ഫാനും ഇടാൻ പറ്റൂ. ചൂടെടുക്കുന്നുണ്ടോ? എന്താ ആരിനെ കണ്ണ ഇതിന്റെ വല്ലിച്ചോ? ഓ വല്ലിച്ചതാണല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തായാലും ഗ്യാസ് വേറെ കുറ്റി നിറക്കേണ്ടി വരും. അല്ലാതെ ഇവിടെ ഒന്നും നിറക്കാൻ പോണില്ല. ഗ്യാസ് കുറ്റി ഇതിനെ നിറച്ചു വെച്ചതോ അതോ ഒന്നര നിറച്ചത് അവിടെ ഇത്ര പഴം മതിയോ? ഓ പഴം എത്ര മതി? ഇതിന്റെ കൂടെ നമ്മൾ എന്താ ഇടണ്ടേ? എത്ര കോഴിമുട്ട കഴിക്കണം? സല്ലു ഞാൻ പറയുമ്പില്ലേ, മറ്റേ രാഘവേട്ടന്റെ പീടികയിലൊന്ന് അത്യാവശ്യത്തിന് പോണ്ടി വരും. അതാണ് രാഘവേട്ടൻ. രാഘവേട്ടനല്ല അഞ്ചു. അത് എന്താ പറയാ, കറ്റാർവാഴന്റെ ഒരു എന്താ പറയാ തണ്ടില്ലേ, അതെടുത്ത് കഴിഞ്ഞാല് ഒക്കെ ശരിയാവുന്ന പറയുന്നത്. ഇവിടെ നോക്കില്ല, ഇവിടെ വരാം. ശ്രീലക്ഷ്മി സുഖമാണോ? ഞാൻ മറ്റന്നാൾ പോവാണ്, കുഴപ്പമില്ല. എങ്ങോട്ട് പോട്ടെ? എന്നോട് പറയുന്നത് ശ്രീ കൊണ്ട് പോണേ. സംഭവം എന്താ അറിയോ? ഞാൻ പുള്ളി പറഞ്ഞിട്ടില്ല. സ്റ്റക്കായി. പറയാൻ വന്നത് അതോൾ എന്നിട്ട്
ആലോചിച്ചെടുക്ക. വേറെന്താ പറയണ്ടത്? കുറെ നേരം അല്ല തുടക്കത്തിൽ കുറച്ച് നേരം മറ്റേ ടീമിൽ ഇരുന്നിട്ടേ അപ്പൊ പെട്ടെന്ന് ഇതിലേക്ക് കഴിക്കുന്നു മനസ്സിലാവില്ല. ഇന്ത്യ അഞ്ചിന്റെ അങ്ങോട്ടുള്ള സംസാരം കേട്ട് കേട്ട് പോളിങ്ങനെ നല്ല രസത്തിൽ കുറച്ചു നേരം എന്തൊക്കെ പറയണ്ടെന്നുള്ള ആലോചിച്ചു ഫുള്ള് കഴിയുന്നു പോയി. ഫുള്ള് കയ്യിൽ പോയിട്ടോ. അപ്പൊ സ്ക്രീനിന്റെ സ്റ്റാർട്ട് ചെയ്യണേ. 3, 2, 1 സ്റ്റാർട്ട്. പിന്നെ ഞാൻ പെട്ടു. അഞ്ചെന്നൊക്കെ ആ തിളപ്പിച്ച വെള്ളത്തിൽ കുറച്ച് ഉപ്പെടുത്തലാണ് പ്ലേറ്റ് ഫുള്ള് കഴുകി വൃത്തിയാക്കി വെക്കണം. കഴുകി വൃത്തിയാക്കി വെക്കാം. എന്നാ അപ്പത്തേക്ക് നോമ്പ് തുറക്കി നമുക്ക് സെറ്റ് ആക്കാലോ അല്ലേ? ഉമ്മ എവിടെയാന്നുള്ളത് ഒന്നും അറിയില്ല ശ്രീ. അതുകൊണ്ട് ഞാൻ എന്നോട് ചോദിച്ചു നടന്നിട്ട് കാര്യമില്ല. അതെ, ഇന്നലെ ഞാൻ ഈ പാത്രം എവിടെയെങ്കിലും ഒന്ന് കൊണ്ടുവെക്കും മൂടിയിട്ട്. അത് കറിയാണ്, ഇനി എടുക്കാനുള്ള സാധനമാണ്. എവിടെ കൊണ്ടുവച്ചോ? എവിടെ കൊണ്ടുവെക്കണ്ടേ? ഈ പാത്രത്തിന്റെ മുകളിലുള്ള മൂടിയൊക്കെ എവിടെ? മോളിലുള്ള മൂടി എവിടെ? ഞാൻ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കത്തി ഇങ്ങനെയാണ് ശ്രീ വെക്കുക. അവിടെ വേറെ കത്തി ഞാനല്ലേ വെച്ചത്. എത്ര കോഴിമുട്ട വേണം? ഒരു 5-6 പോരെ? കോഴിമുട്ട 5-6 പോരെ? മൈദയിൽ ഉപ്പിടാത്തത് വലിയ വിഷയമാണ് സ്വാമി. ക്ഷാമില്ലത് ശ്രീയാ. 5 ഇപ്പൊ നടപടിയാവും ഒരു 5 കോഴിമുട്ട എടുക്കാം. 5 കോഴിമുട്ട അല്ലെ? കുറച്ചു നേരം ഒരു സമാധാനം കിട്ടും. ഓള് ചോദിക്കുന്ന ഞാൻ മറുപടി പറഞ്ഞു വരുന്നത് ലോകത്തില്ലാത്ത ഓരോന്നാണ് ഞങ്ങൾ ഉരുത്തിരിച്ചു കൊണ്ടുവരുന്നത്. സിലിണ്ടറിൽ ഗ്യാസ് നിറച്ചിട്ട് റിയാലിറ്റി അല്ലാത്ത എന്തൊക്കെയോ സംഭവങ്ങൾ പറഞ്ഞോണ്ടിരിക്കല്ലേ. സ്ത്രീനെ വിളിക്കേണ്ടടുത്ത് ഞാൻ ഷാമിന്നാണ് സ്ത്രീനെ വിളിച്ചത്. അല്ല ഇങ്ങനെ വിപരീതമായിട്ട് സംസാരിക്കാലോ. അപ്പൊ എന്ത് വിളിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല. അഞ്ചേ എന്താ ചെയ്യുന്നേ? ഉമ്മനെ ഞാൻ വിളിച്ചോളാം. കൃഷ്ണമണി ഉണ്ട് ശ്രീ, ശ്രദ്ധിക്കണം. അതെല്ലാവർക്കും ഉള്ളതല്ലേ, ഇതിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. ഉപ്പ് വേണ്ട, ഇന്നെ മാത്രം ടാർഗറ്റ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അത് പരസ്പരം ബന്ധമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പറയാലോ അല്ലേ ബുദ്ധി. ഷാമി പബ്ജിയിലെ 4 കില്ല. ഓ ഷമ്മു ഇതിന്റെ ഇടയിലോട് പബ്ജി കളിക്കണ്ടേ? പഞ്ചർ വേണോ? എനിക്കിപ്പോ വേണ്ട. നമുക്ക് നെയ്യ് വെച്ചിട്ട് പഴം പാട്ടാട്ടോ. പാത്രം അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഹെൽപ്പ് ചെയ്യണോ? കൂടെ ഈ പണികളൊക്കെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ഇതിലേക്ക് ആക്കിയാൽ മതി ശ്രീ. അഞ്ചി അത് ചൂടാവില്ല മതി. അയ്യോ അതാ ഞാൻ നോക്കുന്നത്. എന്താ ഞാൻ തീരെ ഒരു ചൂടില്ലാത്തത്? അത് ചൂടില്ല. ഇത് നെയ്യ് ഉരുകാൻ വേണ്ടി വെച്ചതാണോ അടുപ്പിലെടുത്ത്? നാളെ പോകുന്നതിലേക്ക് എടുക്കാനുള്ളതാ. ഇവിടെ നാളെ പോകുന്നത് എന്താ കുറച്ചുകൂടി വിടാത്തത്? സ്പൂണോ എടുത്തോ. എന്തായാലും ഇവിടെ കുറച്ച് നേരം പണി നടക്കുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ ഒരു കാര്യം ചെയ്യണം. ആ ഞാൻ പണി എന്താ ചെയ്യണ്ടേ? കാസറോള് മൂടില്ല. എന്തറിയോ പണി ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൂടെ തന്നെയാണോ പറഞ്ഞത്? ഇനി നിങ്ങളുടെ തോക്കാ കാര്യം ആ പറയാം. കറിയിലെ കുറച്ച് നെയ്യണോ എണ്ണ ഒഴിക്കണോ? ആ തേങ്ങാപ്പൂള് ഇവിടെ കിട്ടാത്തതാണ് ഇതിന്റെ ഒക്കെ പ്രശ്നം. ഇതിൽ കുറച്ച് തേങ്ങാപ്പൂൾ ഇട്ടിട്ട് എന്ത് രസം ഉണ്ടാവുന്നത്. ഇത് നല്ല ഇങ്ങനെ വഴറ്റി കൊടുക്കണം ഗൈസ്. എന്നിട്ട് ഇങ്ങനെ ഉടയണ പോലെ ആവണം. എന്നിട്ടാണ് നമ്മള് എന്തുണ്ടാക്കുക? ബാറ്റർ ആക്കുക കേട്ടോ. അയ്യോ എന്തെങ്കിലും ചെയ്യാം. ഞാൻ ഒഴിച്ചല്ലോ വെള്ളം. ഇതിൽ ഉപ്പിട്ടുള്ളതാണ് നമുക്ക് ഇഷ്ടം. നമുക്ക് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് തരും. ആ മറ്റന്നാൾ കഴിക്കും. എന്ത് പറ്റി? എന്റെ കണ്ണിലേക്ക് തെറിച്ചു. കോഴിമുട്ടേന്റെ തോട് വേണമെന്നോ? കോഴിമുട്ടേന്റെ തോട് നിൽക്കുക. പാൻകേക്ക് ആക്കിയിട്ട് ആ ഈ കോഴിമുട്ടേന്റെ തോടില്ലേ പൊടിച്ചിട്ട് നമ്മളെ പുറത്തുള്ള റോസ് ഇട്ട് കൊടുത്താൽ നല്ലത് അഞ്ചി. അഞ്ചി കോഴിമുട്ടേന്റെ തോടേ പൊടിച്ചിട്ടേ ഈ റോസിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. ജഗ്ഗില് വെള്ളമില്ല. അത് ശരി തന്നെ. ആ ചെറുക്കനെ വെള്ളം നമുക്ക് പിന്നെ തിളപ്പിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. അത് കുഴപ്പമില്ല. എന്താ ഷാമിന്റെ അഭിപ്രായം? ഈ കോഴിമുട്ടേന്റെ തോടെ പൊട്ടിച്ചിട്ട് നമ്മളെ പുറത്തുള്ള റോസിൽ ഇടുന്നതിനെ പറ്റിയിട്ട്? ഓ ടാങ്ക് മാസം വേണ്ടി ക്ലീൻ ചെയ്താണല്ലോ. ടാങ്ക് ക്ലീൻ ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. അതെന്തായാലും നന്നായി, നല്ലൊരു കാര്യമാണ്. നമ്മുടെ ആരോഗ്യം നല്ല ഹെൽത്തി, നമ്മൾ നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ അല്ലേ? ഷാമിയിൽ ഇത്ര മനസ്സാരം മതിയാവോ? ഇനി വേറെ എന്താ ഇടണം? ഏലക്കായ ഇടണം. ഏലക്കായ ഇടല്ലേ? ഇവര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ലോണം നടക്കണ്ടേ? കിണർ ഇവിടെ ഇല്ലാത്തത് ഒരു പ്രശ്നം തന്നെയാന്ന് എനിക്കറിയാം. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതൊന്ന് തുറന്നിടും. ഓ തുറന്നിട്ട് ഞാൻ ദീപാവലിക്ക് നാട്ടിൽ പോകുന്നു. ദീപാവലിക്ക് വിഷു ഉണ്ടാവില്ലല്ലോ. വിഷു എന്നതിന് മോനുണ്ടാവില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നത് ക്രിസ്മസ് ആണ്. ഇത് നമ്മൾ ഉപ്പിടുന്നത് എന്തിനാ ഉപ്പിടുന്ന ചോദിച്ചപ്പോ പൊക്കുടക്കിന്ന് പറഞ്ഞു. ആ ഇനി അടുത്തതിന്റെ ഊഴാണ് ഗൈസ്. തുടങ്ങട്ടെ അല്ലേ? തുടങ്ങട്ടെ. ഇതിങ്ങനെ മിക്സ് ചെയ്തോണ്ട് ഇതിനകത്ത് വെള്ളം വരും. ഇമ്മനെ പോയി നോക്കിയിരുന്നു സമയം. അമ്മനെ നോക്കേണ്ട ആവശ്യമില്ല. അമ്മ കുറച്ച് കിടന്നോട്ടെ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് വിളിക്കാം. ഈ പച്ചമുളക് നന്നായിട്ട് അരിഞ്ഞു വെച്ചാൽ നമുക്ക് നാളത്തേക്ക് ഉപയോഗിക്കാം. അതിനാ പച്ചമുളക് ഇപ്പൊ തന്നെ
അരിഞ്ഞ് വെക്കേണ്ട ആവശ്യമില്ല. നാളെ അരിഞ്ഞാൽ മതി. തക്കാളി മറ്റന്നാൾ ചെയ്താൽ മതി ഒന്നാല്. എന്തിനാ തക്കാളി അത്ര വലിയ പണിയൊന്നുമല്ലല്ലോ ഇപ്പൊ തന്നെ അരിഞ്ഞ് വെക്കാൻ. ഞാൻ എന്തായാലും ഇത് ഇതിലേക്ക് വെക്കാൻ പോവാട്ടോ. അതെന്തിനാ ലോ ഫ്ലെയിമിലല്ലോ ഒഴിക്കുന്നേ? അത് നമ്മൾ പറയുന്ന സമയത്ത് ഇത് ആവുന്നില്ല. ഇത് ശ്രീക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഗൈസ്. അഞ്ചിക്കും ഇഷ്ടം. അണക്ക് പോയിട്ട് അവിടെ ഉമ്മർത്ത് എന്തെങ്കിലും പണിയുണ്ടോ നോക്കിക്കൂടെ? ഉമ്മർത്തേക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഇനിയിപ്പോ നിങ്ങളെ കൂടെ നിന്ന് ഇങ്ങനെ വെറുപ്പിക്കാന്നുള്ളതേ പണിയുള്ളൂ. ഇത് കുറച്ചും കൂടെ ഇതിലേക്ക് ആക്കണം. അപ്പൊ ഫുള്ള് ഇങ്ങനെ ആക്കി വെച്ചിട്ട് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേവിക്കാട്ടോ. എത്ര മിനിറ്റ് വെക്കേണ്ടി വരും? ഒരു 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. എങ്ങോട്ടാ? ആ ബീൻ ബാഗിന്റെ മുകളിൽ ഉണ്ടാവല്ലോ, എന്നോട് ചോദിച്ചാൽ മതി, കിട്ടും. എടുത്തരും അത്. എന്ത്? ആ ഒരു മറ്റേ ഇതില്ലേ, പ്ലാസ്റ്റിക് കവറിന്റെ ഒരു ഭാഗം. അഞ്ചര സ്റ്റാർട്ട് ചെയ്യണേ. 3, 2, 1 സ്റ്റാർട്ട്. ഞാൻ സിമ്മിൽ വെച്ചിട്ടുണ്ടാ, നോക്കണം കേട്ടോ. വീഗാർഡിന്റെ അടുപ്പിന്റെ മുകളിൽ ഞാൻ ഈ കായ്പോള സിമ്മിൽ വെച്ചിട്ടുണ്ട്. അത് ഈ നോക്കണം. ഇതൊന്ന് റീചാർജ് ചെയ്ത് കൊടുക്കണം. ഇത് റീചാർജ് ചെയ്യാൻ പറ്റും? ഇത് ഞാൻ പറയുമ്പോ ഇതിങ്ങനെ താനെ ഇങ്ങനെ ആയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പൊട്ട് താഴ്ത്തി വെച്ചൂടെ? എന്തിനാ എപ്പോഴും ഇതിന് മുകളിൽ താഴ്ത്തി വെച്ചു. ലിപ്സ്റ്റിക് ഷെയ്ഡ് മാറ്റണം. താഴ്ത്തി വെക്കി, പൊട്ട് താഴ്ത്തി വെക്കി. അതൊന്നും കുഴപ്പമില്ല അഞ്ചു, ഒക്കെ ശരിയാവും. നല്ല ഭംഗിയുണ്ടെന്നാ പറയുന്നത്. പ്രോട്ടീൻ പൗഡർ കുടിച്ചാൽ മതി. പ്രോട്ടീൻ പൗഡർ കുടിക്കണമെങ്കിൽ ആരോടാ ഞാൻ ചോദിക്കാം, ആരെടുത്ത പ്രോട്ടീൻ പൗഡർ ഇട്ടാ? കുരുവിനുള്ളതല്ലേ പ്രോട്ടീൻ പൗഡർ? അത് നമുക്ക് മറ്റന്നാൾ ശരിയാക്കാം. കുരുവിന് പ്രോട്ടീൻ പൗഡർ ഉണ്ട്. കുരുവിന് എങ്ങനെ പ്രോട്ടീൻ കൊടുത്ത് എനിക്ക് കുരുവിനെ വളർത്താനാ? മഞ്ഞളാണ് ഫേസ് പാക്കിന് ഏറ്റവും നല്ലത്. ഫേസ് പാക്കിനെ പറ്റി ഞാൻ ചോദിച്ചില്ലല്ലോ, പ്രോട്ടീൻ പൗഡറിനെ പറ്റിയിട്ടല്ലേ ഞാൻ ചോദിച്ചത്. കുക്കറിലിട്ട ഉരുളക്കിഴങ്ങ് ഒന്നെങ്കിലും വേവോ? അത് കുറെ ദിവസമായിട്ടിട്ട് എന്നാ പിന്നെ കുക്കറിന്റെ കാര്യം പോക്കാം. ശ്രീ അവിടെ പോയിട്ടുണ്ട്, ഓളെ ഞാൻ പിടിക്കും. എന്താ പ്ലംബറിനെ വിളിച്ചില്ലേനു? പ്ലംബറിനെ വിളിച്ചില്ലേ? ഞാൻ ശ്രീന്റെ അടുത്തൊക്കെ പോയി വരാം. ഓക്കെ ആണോ? എവിടെ വേണമെങ്കിലും തോന്നരുത്. ജാമി പോയി. അതുകൊണ്ട് എനിക്ക് ജയിക്കാൻ വേണ്ടി ക്ഷമി. ഇതെന്താ? 3, 2, 1 സ്റ്റാർട്ട്. ശ്രീക്ക് കുറച്ച് പണി കൊടുക്കാണ്ട്. ശ്രീ ഇതിന്റെ പോയത് ഈ കായ്പോള നല്ല ടേസ്റ്റ് ആയിരിക്കും. അതുണ്ടാവും. അതെന്തിന്റെ അല്ല, പൊക്കുവടയിൽ നല്ല ഉപ്പ് വേണം. അത് എനിക്ക് പറഞ്ഞത് ശരിയാണ്. ഞാൻ ആലോചിക്കണേ. പറഞ്ഞില്ലല്ലോ. പൊക്കോടയിൽ കുറെ ഉപ്പുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സോസ് കൂട്ടി തിന്നുമ്പോ ഭയങ്കര weird taste. വെള്ളമൊക്കെ നന്നായിട്ട് ഒഴിക്കണം, എന്നാൽ തന്നെ ഇതൊക്കെ ശരിയാവുള്ളൂ. അതൊക്കെ കൃത്യമായിട്ട് ഈ അഞ്ചിക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ഏതില്? അതെന്താണെന്നറിയോ, ഈ ചൂടുകാലത്തൊക്കെ നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കണം. കാരണം കണ്ടില്ലേ, ഇതൊക്കെ ക്ഷീണിച്ചിരിക്കുന്നത് നോക്ക്. ആ കുഴപ്പമില്ല, അത് ക്ഷീണമൊക്കെ മാറി. ക്ഷാമി കുറച്ചു നേരം എവിടെയെങ്കിലും പോയിരുന്നു, അതായിരിക്കും എന്റെ ആരോഗ്യത്തിന് നല്ലത്. അതെന്താ അങ്ങനെ? ഈ പാത്രം ഈ പാത്രം കഴുകിയിട്ട് അടുത്തല്ല പൊക്കോട ഉണ്ടാക്കാൻ പോകുന്നത്. ആ പാത്രത്തിൽ ഉണ്ടാക്കണം അഞ്ച്. ചീനച്ചട്ടി, വലിയ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കിയാൽ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പൊക്കോട ഉണ്ടാക്കിയതാ. പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പൊക്കോട ഉണ്ടാക്കിയിടാം. പക്ഷെ പ്ലേറ്റിനെക്കാട്ടും നല്ല കാസറോൾ അല്ലേ? ഒരു മിനിറ്റ്, ഞാനിപ്പോ വരാട്ടോ അഞ്ചി. ട്രെയിൻ എന്തിനാ അവിടെ ഒറ്റ കിട്ടു പോന്നെ? ഇവിടെ മൊത്തം നമുക്ക് മഞ്ഞ പെയിന്റ് അടിക്കുക. ഇവിടെ മഞ്ഞ പെയിന്റ് വേണ്ട ശ്രീ, രസം ഉണ്ടാവില്ല. അത് ഉമ്മന്റെ അടുത്ത് എന്തായാലും ചോദിക്കണം. ഏത് ഉമ്മന്റെ അടുത്ത് എന്തായാലും നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് ചിക്കൻ വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അത് അഞ്ചിന്റെ അടുത്ത് ചോദിച്ചാൽ മതി. അഞ്ചി ചിക്കൻ ഓൾറെഡി വരട്ടി വെച്ചിട്ടുണ്ടല്ലോ. അതെ, പൊക്കുവടയിൽ നന്നായിട്ട് ഉപ്പ് വന്നാലേ ടേസ്റ്റ് ആവുള്ളൂ അല്ലേ? പറഞ്ഞല്ലോ പൊക്കോടയിൽ നമുക്ക് എത്ര ഉപ്പ് വേണമെങ്കിലും ശ്രീ ഈ കിട്ടും. പഴംപൊരി പൊരിക്കുമ്പോ നന്നായിട്ട് എണ്ണയിൽ മുക്കി പൊരിക്കണം. അതാണ് പഴംപൊരിന്റെ ഒരു ടേസ്റ്റ് വരെ. ഞാൻ പറഞ്ഞു അത് പിന്നെ പഴംപൊരി നമ്മൾ എണ്ണയിൽ നല്ല മുക്കിയിട്ടല്ലേ വരുള്ളൂ. ശാലോ ഫ്രൈ ചെയ്തെടുത്ത പഴംപൊരി ആവില്ലല്ലോ. ഈ പ്ലേറ്റ് എല്ലാം നമ്മുടെ ടേബിളിന്റെ മുകളിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടെല്ലാം നിറച്ച് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അത് രസമുണ്ടാവും. പിന്നെ ശ്രീ സെറ്റ് ചെയ്യില്ലേ? ഈ സോഫന്റെ കവർ എന്തായാലും മാറ്റണം, അത് മസ്റ്റ് ആയിട്ടുള്ള കാര്യം. സോഫന്റെ കവർ മാറ്റാം. ഇതിപ്പോ ഈ അടുത്ത് മാറ്റിയിട്ടല്ലോ. അഞ്ച് വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് പോയി നോക്കി വന്നാലോ അല്ലേ? ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ശ്രീ 5 വെള്ളം കുടിച്ചിട്ടുണ്ടാവും. ഇതിങ്ങനെ ഭയങ്കര അഞ്ചിന് നോക്കാൻ വേണ്ടി വന്നതാ. ഉപ്പൂടെ പൊരിച്ചു തുടങ്ങിയോ അഞ്ചി? കായ്പോളം നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പുവടയിൽ ഉപ്പ് കൂടുതൽ ഇടാൻ പറഞ്ഞോണ്ട് ഞാൻ ഉപ്പ് കൂടുതൽ ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റിലായി വന്നിട്ടുണ്ട് ഗൈസ്. നല്ല അടിപൊളി കായ്പോള റെഡിയാണ്. ശ്രീക്ക് തിന്നാട്ടോ. ശ്രീ നല്ല ഇഷ്ടാ ശ്രീക്ക് കായ്പോള അല്ലെ? ഇല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് മുക്കി പൊരിക്കുന്ന സമയത്ത് എല്ലാ ഭാഗവും പൊരിഞ്ഞോളൂ. ആ തിളച്ച വെള്ളം കുറച്ച് കയ്യിൽ വെച്ചുതരാം. കയ്യിൽ വെച്ചേരാ. ശ്രീ ഇതൊന്ന് നോക്കിക്കൂടെ? നല്ല മധുരണ്ട്. അഞ്ചി ഇത് എത്ര ടൈം വെച്ച്? ആ ഭരണിയുടെ ഉള്ളില്. ഭരണിയാ? നേന്ത്രപ്പഴം ഇട്ടില്ലേ? നേന്ത്രപ്പഴം ഏത് ഭരണിയിലിട്ട്? ഉപ്പിട്ട ആ ഒരു ഭരണി ഉണ്ട്. കണ്ണു നോക്കി സംസാരിക്കുമ്പോ ഒരു പേടി വരും. അപ്പൊ നമുക്ക് തെറ്റുമോ? 3, 2, 1 സ്റ്റാർട്ട്. അപ്പൊ കൂടെ പകുതിയൊക്കെ ചെന്ന് അത് പോരിക്കോ.
അതായോ? RKG നെയ്യ് ഇട്ടിട്ടാണോ? പൊക്കുവടയിൽ ആരെയും നെയ്യിടും. അതിലൊന്നെങ്കിൽ നല്ല വെളിച്ചെണ്ണ ഇടുക. ഇന്നത്തെ കാലത്ത് നല്ല ചൂടാണ്, എല്ലാരും നല്ല വെള്ളം കുടിക്കണം. ഹൈഡ്രേറ്റഡ് ആയിരിക്കണം. ഓക്കെ, ഷാമിക്ക് നോമ്പുള്ളതുകൊണ്ട് ഹൈഡ്രേഷൻ മസ്റ്റ് ആണ്. ശരിക്കും അതേപോലെ തന്നെ ഹൈഡ്രേഷൻ മസ്റ്റ് ആണ്. കായ്പോള ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ മധുരം പറഞ്ഞു. അന്നത്തെ എനിക്ക് തിന്നു നോക്കിയിട്ട് വാങ്ങി തരും. ഇപ്പൊ തന്നെ തിന്നോക്കണം. Guys, നല്ല ചൂടോടെയുള്ള കായ്പോളയാണ് നമ്മൾ ഇവിടെ കണ്ടോണ്ടിരിക്കുന്നത്. അതെ, അതാണ് ശ്രീ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത്. നല്ലൊരുണ്ട്. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ലല്ലോ. ഇതും കൂടി തിന്നോക്കിയാ നല്ല മുരിഞ്ഞിട്ട് ടേസ്റ്റ് ഇല്ലേ? നല്ലൊരുണ്ട്. ചാമക്ക് നോമ്പ് പറഞ്ഞിട്ട് തരാം കേട്ടോ. പശു എപ്പോ പശു കുത്താൻ വരും? എപ്പോ? ഇന്നത്തെ കാലത്ത് ഞാൻ പശു കുത്താൻ വരുന്നുണ്ടല്ലേ? കൊമ്പുണ്ടേനോ? എന്നോട് പറ, വർത്താനം എന്നോട് പറ. അഞ്ചി കൊമ്പുണ്ടായിരുന്നോ? പീടിയെ പോയില്ലേനോ? എപ്പോ? അപ്പൊ എന്ത് ഏലക്കായ് വാങ്ങാഞ്ഞത്? ഏലക്കായ ഇവിടെ പാത്രത്തിലുള്ളപ്പോ ഞാൻ പിന്നെ പീടിയിൽ എന്തിനാ? കുറച്ച് മുളക് പൊടി ഉണ്ടെങ്കിലും വാങ്ങിക്കൂടേനോ? മുളക് പൊടി ഏലക്കായും തമ്മിൽ എന്ത് ബന്ധം? ചെറുപയർ പൊടിക്ക് നല്ല മാർക്കറ്റ്. അപ്പൊ ഗോൾഡിന് നല്ല മാർക്കറ്റ്. അത് കേട്ട് ചെറുപയർ പൊടിക്കുള്ള മാർക്കറ്റ്. ചിരിക്കുന്നതിനാ? പണ്ട് കാലത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മെഴുകുതിരി ഇവക്കാണ് അറിയാം പണ്ട് കാലത്തെ ആൾക്കാരുടെ കാര്യം. മെഴുകുതിരി വണ്ടിയിൽ ഇടക്കിടക്ക് പെട്രോൾ ഒഴിച്ചേക്കണം. ഒന്ന് മെഴുകുതിരി ഇട്ട് കത്തിക്കാനാ? എന്തൊരു കഷ്ടമാണെന്നറിയോ? ഇപ്പത്തെ പച്ചക്കറിക്ക് മരുന്നടിച്ചിട്ടാ വരുന്നത്. പച്ചക്കറിക്ക് കഴിയുമ്പോൾ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. ഉള്ളി എടുത്തിട്ടുണ്ട്, അതൊരു പ്രശ്നല്ലേ? ഉള്ളി എടുത്താ പച്ചക്കറി അന്നത്തെ കാത് പഴുത്തത് എന്റെ കുറ്റല്ല. എന്റെ കാതിലൊരു കുഴപ്പമില്ല. സെക്കൻഡ് സ്റ്റാൻഡ് ചെരുപ്പോ ചെന്നിയോ അഞ്ചിക്കോ എനിക്ക് ഇനി ചെരുപ്പ് വാങ്ങി അടിച്ചേ ഓടിക്കും. ഇത് ഇന്നോട് ഇങ്ങോട്ട് ചീത്ത പറയാം. അത് ഞാൻ സമ്മതിച്ചെടുക്കൂല. എന്നെ അടിച്ച് വെക്കാത്ത ഞാൻ ഇനിയും ചെരുപ്പ് അലമാരൊക്കെ നടുക്കി വെക്കാൻ കുറച്ചു നേരം എനിക്ക് സമാധാനത്തിന് നടക്കണ പേടിയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താണ് നമ്മള് തമ്മിൽ നല്ല സൗഹാർദ്ദമില്ലേ അഞ്ചി? അതേ സൗഹാർദ്ദമാണ്. അത് സൗഹാർദ്ദം വേണ്ടേ? അപ്പൊ എന്തിനാണ് ഇത്ര ഉപ്പ് കൊണ്ടേറ്റാ കായ്പോളയിൽ ഇട്ടത്? അപ്പൊ സൗഹാർദ്ദത്തിനെ കണ്ടാണ് ഞാൻ ഒപ്പിട്ടെന്നാണ് ഈ പറഞ്ഞത്. ശ്രീയും കായ്പോളയും തമ്മില് അമേദ്യമായ ബന്ധമാണ്. എരിവാണ് അവർക്ക് ഇഷ്ടമായത്. എനിക്ക് എന്തായാലും ഇവളുടെ ബാഗ് വാങ്ങുന്ന സ്വഭാവം തീരെ ഇഷ്ടം. അപ്പൊ ഞാൻ ചെരുപ്പ് വാങ്ങാൻ പാടില്ല, ബാഗും വാങ്ങാൻ പാടില്ല. എത്ര ബാഗ് അല്ലേ ഷാമിയെ അവള് മേടിച്ചു കൂട്ടുന്നത്? ശ്രീ വാങ്ങി എത്ര ബാഗ്? അവർക്ക് എത്ര ബാഗ് ഉണ്ട്? എനിക്ക് എന്തായാലും 5-6 ചെരുപ്പുണ്ട് ഷാമി. ഈ ചട്ടക അവിടെ താഴത്ത് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി സമാധാനം ഇല്ല, കിട്ടില്ല. എനിക്കിത് കിട്ടുമ്പോഴാണ് ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നത്. പറ പിന്നെ എന്താണ്? പിന്നെ എന്തൊക്കെ വിഷയം? മമ്മി എന്ത് പറയുന്നത്? മാമൻ ഇന്നലെ വീട്ടിലുണ്ട്. മമ്മിയുടെ കാര്യമില്ലേ ഞാൻ ചോദിച്ചത്? ഇന്ന് രാവിലെ സ്കൂട്ടർ ഓടിച്ച് പോയി വന്ന മമ്മി മാമൻ സ്കൂട്ടർ ഓടിച്ചിട്ട് മമ്മീനെ കൂട്ടാൻ വേണ്ടിട്ട് പോയ സമയത്ത് നിന്നെ കണ്ടിരുന്നു. അത് ആര് പറഞ്ഞു? ഞാൻ ചോദിച്ചില്ലല്ലോ എന്നെ കണ്ട കാര്യം. ഞാൻ ചോദിക്കുന്നത് മമ്മി എവിടെ? ഷാമി ഇന്നലെ പോയി വന്നിരുന്നു. അപ്പൊ കുഴപ്പമില്ല. എന്റെ വീട്ടില് അടുത്തുള്ള കുട്ടിയില്ലേ ഷാമിനെ ചോദിച്ചിരുന്നു ഇന്നലെ. പേരെന്താ? നേരെ ആ സംഭവം ഉണ്ടാക്കാൻ പോയല്ലോ നമുക്ക്. ഏത് സംഭവം? കുട്ടിന്റെ പേരാ ഞാൻ ചോദിച്ചത്. പൊക്കോഴുണ്ടാകാൻ സഹായിക്കോ? ഗൈസ്, ഇനി നമുക്ക് ഈ കായ്പോളം മറിച്ചിടാം കേട്ടോ. അത് ഫുള്ള് വിട്ട് വന്നില്ല. ഞാൻ നോക്കി മറക്കിയ പ്ലേറ്റിലേക്ക്. ഈ പ്ലേറ്റ് മതിയോ? ബാങ്ക് കൊടുക്കാനായും ചെയ്യും. ബാഗ് കൊടുക്കാനായി. അതാ ഞാൻ പറയുന്നത്. ഇപ്പൊ തൊട്ടിപ്പോയില്ലേ? നാളെ എങ്ങനെ വെച്ചത്? ആരെ കഴിച്ചത്? ഇത് കരിഞ്ഞ ഷാമി? മുളക് പൊടി ഇട്ടുണ്ടാവും. മുളക് പൊടി കായ്പോള. ഈ കായ്പോളിൽ മുളക് പൊടി ഇടുന്നേ ആരുണ്ട്. ഇഷ്ടം. ഞാൻ ഷാമി ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യും. വാട്ടർമെലൺ ജ്യൂസ് ആക്കിക്കോ. എവിടെ? വാട്ടർമെലൺ എടുത്തോണ്ടേ. വാട്ടർമെലൺ എടുത്താ? വാട്ടർമെലൺ എടുത്തതാ. കാക്കെന്താ ടീഷർട്ട് മാറ്റിക്കൂടെ? ചൂടല്ലേ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തോളൂ. അല്ലെങ്കിൽ ആ ടീഷർട്ട് ഇട്ടാ മതി. ഓക്ക് എന്തൊക്കെ ടെൻഷൻ ആയിട്ടാണ് സംഭവം. ഇത് കട്ട് ചെയ്യാൻ ഞാൻ കട്ട് ചെയ്യട്ടെ. അഞ്ചി ഡോക്ടർ കാണിക്കണം നമുക്ക്. എന്തിന്? എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാനത് കട്ട് ചെയ്യാം. ഞാനത് കട്ട് ചെയ്തിട്ട് ഒരു പീസ് അനക്ക് ഇതുണ്ടോ? ഞാൻ അങ്ങനെ വെന്തോന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് കറക്റ്റ് ചെയ്യാൻ കുത്തിക്ക് നോക്കി. ഇത് കറക്റ്റ് അല്ലേ? എന്താല്ലേ കാലാവസ്ഥയൊക്കെ ചൂടില്ലേ? ഭയങ്കര. ഇവിടെ എത്ര 37 ഡിഗ്രി എന്നല്ലേ കോഴിക്കോട്. കണ്ണൂരായാലും കൂടുതലാ. ഞാൻ ആ ചൂടും ഈ ചൂടിലേക്ക് വരുന്നത്. നമുക്ക് സങ്കടമാവുന്നില്ലേ അല്ലേ? ഞാൻ എത്ര ദിവസമായി വന്നിട്ട് നമുക്കറിയോ? എത്ര ദിവസമായി ഞാൻ ഇവിടെ വന്നിട്ട് അറിയോ? കോൾഗേറ്റാ യൂസ് ചെയ്യുന്നത്. അത് പണ്ട് ഞങ്ങൾക്ക് തോന്നുന്നതല്ല. നല്ല പല്ലായതുകൊണ്ട് തോന്നുന്നതാ. ഞാൻ ചോദിക്കുന്നത് ഞാൻ എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്. കണ്ണ് പാലിട്ട് എഴുതണം നാളെ മുതലേ. നാളെ മുതൽ എഴുതാം. നീ കണ്ണ് എഴുതിയില്ലേ? നോക്ക്. കണ്ണ് നോമ്പ് തുറക്കുമ്പോ നല്ല ഭക്ഷണം കഴിക്കണം കേട്ടോ. ആണോ? ഇതും അതുമല്ല ഈ ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ വേറെ കഴിക്കുക. ശ്രീ ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കണോ? ആണോ? മേലൊന്നും അര ഗ്ലാസ് മതിയല്ലോ. അപ്പൊ നമുക്കൊരു 2 തണ്ണിമത്തം മതിയോ? നാരങ്ങ അര ഗ്ലാസ് ആക്കണോ? അത് വേറെ. അത് എന്റെ മിൽക്ക് സർബത്ത്. അല്ല, അപ്പൊ ഉപ്പിടണ്ടേ? എന്ത് നാരങ്ങ വെള്ളത്തിലോ? അല്ല, ഉപ്പിട്ടാ നാരങ്ങ വെള്ളത്തിലോ? പഞ്ചസാര ഒരു പാന് മതിയാവും. ആ പാനിൽ നമുക്ക്
നേരെ ഈ കായ്പോള സെറ്റ് ആക്കി വെച്ചാൽ പോരെ. ഇന്ന് ഈ കായ്പോള മുറിച്ച് വെക്കോ. ആ അതിനൊരു ഗ്ലാസ് മതി. ഒന്ന് ഗ്ലാസ് എടുക്ക് ഷാമിയ. ഗ്ലാസ് ശ്രീ എടുത്തോ, ഞാൻ പോയിട്ട് ബാത്റൂം പോട്ടെ. അപ്പൊ ശ്രീ ഉണ്ടാക്കി, ഓള് ബാത്റൂം പോയി. ശ്രീ ഉണ്ടാക്കി ഇതൊന്നും ശരിയാക്കിയേ. ഇതാ പൊക്കോട നമുക്ക് നല്ല ഭംഗി, കുഞ്ഞു കുഞ്ഞു പൊക്കോട അല്ലേ ഭംഗി കാണാൻ. ഷാമി വലിയ പൊക്കോട ആക്കിയപ്പോ ഞാൻ കുഞ്ഞു പൊക്കോടാക്കി. നല്ല മധുരം ഉണ്ടാവും. പൊക്കോടയില ഞാൻ ഉപ്പാട്ടത്. കായ്പോളയിൽ മധുരം, ഈ പൊക്കോടയിൽ ഉപ്പ്. ഒന്നുകൂടി മനസ്സിലാക്കിക്കോ, കായ്പോളയിൽ മധുരം, പൊക്കോടയിൽ ഉപ്പ്. പച്ചമുളക് പച്ചമുളകിന് എരിവ്. ഇതെങ്ങനെയാ കഴിക്കാൻ നോക്ക്. ഇത്തിരി വെച്ച് പിന്നെയും കുറച്ച് വെച്ച് ഇതാകുമ്പോ ഓരോ ബൈറ്റ് ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ പറ്റും. ഷാമിനെ പോയി വിളിച്ചോ, എനിക്ക് മതിയായി. ഞാൻ മാക്സിമം ഇങ്ങനെ ഒരു ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഷാമി ഓടിക്കളഞ്ഞ്. ശ്രീ എങ്ങനെയൊക്കെ പിടിച്ച് കിട്ടാ. ഇല്ല കട്ട് ചെയ്യാമോ? കത്തി വേണല്ലേ? എന്ത് കത്തി എടുക്കാനോ? BMW പറ്റിട്ട് ഓനോട് ഇനി അതും കൂടെ പറയണ്ടോ, അല്ലെങ്കിൽ തന്നെ ഓൻ അതേ പറയാനുള്ളൂ. എന്തായാലും നിങ്ങൾ കട്ട് ചെയ്താ പോലെ. രാത്രി പബ്ജി കളിക്കണം. ആരെ കൂടെ? ജുനുക്ക വരുമോ? ജുനുക്ക വരുമോ? കാക്ക വെള്ളം കുടിക്കണേ നോമ്പറക്കുമ്പോ. ആദ്യമായിട്ട് കാക്കനോട് ഇത്ര സ്നേഹം കാണുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ നീ പറയില്ലല്ലോ. അഞ്ചി ശ്രദ്ധിച്ച് കട്ട് ചെയ്യ്, വർത്താനം പറയാതെ. അപ്പൊ വർത്താനം പറഞ്ഞാൽ എന്താ കട്ടാവൂലേ? ഇവളോട് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്, ഇവൾക്ക് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെ. അത് ശരി. ഇപ്പൊ ഞാനിങ്ങനെ ആയതായി കുറ്റം. ഇങ്ങനെ ചെരുപ്പ് വാങ്ങും. ചെരുപ്പ് വാങ്ങുന്നേ നിങ്ങൾക്ക് എന്താ? മാങ്ങാ സീസൺ വാങ്ങിക്കണം തോന്നുന്നു അഞ്ചി, അപ്പൊ വാങ്ങണം കേട്ടോ. നമുക്ക് ഇവിടെ ടൗണിലേക്ക് പോയോക്കാം. അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ മാങ്ങ ഇങ്ങനെ വെച്ച് വെക്കുന്ന സ്ഥലല്ലേ, അവിടെ പോയോക്കാം. നമുക്കൊക്കെയാണ് പോയാലോ? ഞാൻ പറയുമ്പോ നമുക്ക് വാട്ടർമെലൺ വാങ്ങാൻ പോകണ്ടേ? അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മാങ്ങയും വാങ്ങാം. അഞ്ചിക്ക് എന്താ ഇഷ്ടം? എനിക്ക് ലിച്ചി ഇഷ്ടം, മാങ്ങ ഇഷ്ടം, വാട്ടർമെലൺ ഇഷ്ടം. പൊക്കോടയാണോ കായ്പോളയാണോ? കായ്പോളയും പൊക്കോടി ഇഷ്ടം. ഉമ്മയ്ക്ക് എന്താ ഇഷ്ടം? ഷുഗറിന്റെ ലിപ്സ്റ്റിക്കോ? എന്റെ ഒന്ന് എടുത്തോ. എനിക്ക് വേണ്ട, എനിക്ക് ലിപ്സ്റ്റിക്ക് വേണ്ട, എനിക്ക് കായ്പോളതാ. നോമ്പ് എടുക്കാനായോ? വാങ്ങി കൊടുക്കാനായോ? വെള്ളം നല്ല ചൂടാത് തൊടരുത് കേട്ടോ. ഇല്ല ഇല്ല തൊടൂല. എന്തേ എന്താ അവിടെ നോക്കുന്നപ്പോ? നല്ല ചൂട്. അതെന്നെ ചോദിച്ചു. എന്തേലും ചോദിച്ചപ്പോ അതിനുള്ള ഉത്തരല്ലേ അത്? എന്തേലും ചോദിച്ചപ്പോ അതിന്റെ ഉത്തരം ഷാമി ഓക്കെ നോമ്പറക്കാനായി വൈൻഡ് ചെയ്യാം. മണിക്കൂറാണ് ഇവ ഞങ്ങളെടുത്ത് പിടിച്ചു നിൽക്കാൻ ഏറ്റവും കൂടുതൽ തോറ്റാൻ നോക്കണം സല്ലു. പണിഷ്മെന്റ് കൊടുക്കണം. ഇപ്പൊ എത്ര മണിക്കൂർ? എത്ര 3 മണിക്കൂർ. 3 മണിക്കൂർ ഞങ്ങൾ പിടിച്ചു നിന്ന്. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ തല മൊത്തത്തിൽ അടിച്ചുപോയി. എന്തെങ്കിലും എവിടെ പറയണോ ഒന്നും മനസ്സിലാവില്ല. അതെ, മൊത്തത്തിൽ കിളി പോയെന്ന് പറയാം. ഞങ്ങൾ 2 മണിക്കൂറാണ് സല്ലു പറഞ്ഞത്. ഇതിപ്പോ ചാലഞ്ച് ചെയ്ത് 3 മണിക്കൂറായി. അല്ല നമ്മളിങ്ങനെ റിയാലിറ്റി ആയിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. ഇത് ഞാൻ കോഴീനെ മുട്ടിട്ട് വിരിച്ചത്, ഭരണിയിനുള്ളിൽ കോഴി വിരിഞ്ഞത്. ഞാൻ കുറെ കായ്പോളനെ പറ്റി വിവരിച്ചിരുന്നു. അതിനുള്ളിൽ ഞാൻ കുറെ കഴിച്ചിലായിട്ടുണ്ട്. ചാലഞ്ച് ഇവിടെ നിർത്തണം. നല്ല ഫണ്ണി ആയിട്ടുള്ള തലതിരിഞ്ഞ ഒരു ചാലഞ്ച് വരും. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാലും എന്തായാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. നേരിട്ടാണ് കമന്റ് ബോക്സിൽ പറയാം. അപ്പൊ മറ്റേ സംസാരിച്ചത് നല്ല രസമാണ് കേട്ടോ. അത് ശരിക്കും നമ്മള് വെറുതെ തർക്കുത്തരം പറയുന്നതും ഈ തർക്കുത്തരം പറയാനായിട്ട് പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അതൊരു ചാലഞ്ച് ആയിട്ടും കൂടെ ചെയ്ത് നോക്കിയത് നല്ല രസം ഉണ്ടാവും. അപ്പൊ മറ്റൊരു